ഞാനൊക്കെ നോക്കിക്കണ്ട ബെസ്റ്റ് ഹ്യൂമർ പടങ്ങൾ പ്രിയദർശൻ സാർ, ശ്രീനിവാസൻ സാർ, സിദ്ദിഖ് ലാൽ സാർമാരുടെയാണ്. അതിൽ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ആക്ടേഴ്സ്, ജഗതി ചേട്ടൻ, ഉർവശി ചേച്ചി, മാളച്ചേട്ടൻ, ചേട്ടൻ, ഇന്നസെന്റ് ചേട്ടൻ, ഈ ലിസ്റ്റ് നമുക്കറിയാം. ജനാർദ്ദൻ ചേട്ടൻ, അതാണ് നമ്മൾ നോക്കിക്കണ്ട ഹ്യൂമർ. ജഗദീഷ് ചേട്ടൻ. പിന്നെ അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇവരെ പോലെങ്കിലും ഒക്കെ ഒന്ന് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കൊതി അല്ലേ. ഇപ്പം അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ഏതാണെന്ന് എനിക്ക് കിട്ടുന്നില്ല ഇപ്പോഴത്തെ. ഞാൻ വീണ്ടും ഇപ്പൊ ചേട്ടൻ പാട്ട് പറഞ്ഞാൽ വിശ്വസിക്കുന്നു, ഐഡിയൽ ഹ്യൂമർ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. അത് ഒരിക്കലും പോയി പോവില്ല. വളരെ സിമ്പിളായിട്ട് ഇപ്പം വന്ദനത്തില് നീ പോലീസ് എന്ത് പിടിച്ചില്ലേ, അതൊക്കെ ഹ്യൂമർ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. അന്നത്തെ ട്രെൻഡിങ് രീതി അത്, സ്ലാങ്ങിന്റെ. ഇന്നതുപോലെ വർക്കാവുന്നതാണ്. പക്ഷെ ഇന്നത് പോയി നമ്മൾ അറിയണം. എനിക്ക് അറിയണമെങ്കിൽ അതേപോലത്തെ സുഹൃത്തുക്കൾ ഉണ്ടാക്കണം. ഞാൻ ബിപിൻദാസിനെ വിളിച്ചു ചോദിച്ചു, വാഴ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എങ്ങനെയാണ് ഇത്രയും രസകരമായി നല്ലൊരു അഡാപ്റ്റേഷൻ. ഞാനൊരു പടം പറയുന്നില്ല, പക്ഷെ ഞാൻ കണ്ട് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പടത്തിന് നല്ലൊരു അഡാപ്റ്റേഷൻ മലയാളത്തിൽ കണ്ടപ്പോൾ സന്തോഷം വന്നു. ബേസിക്കലി അദ്ദേഹം ചുറ്റും ഇരിക്കുന്നത് ഈ പുതിയ പിള്ളേരുടെയാണ്. അങ്ങനെ കിട്ടുള്ളൂ. വാഴയിലെ പാട്ടിനും വിമർശനം ഉണ്ടായിരുന്നു കേട്ടോ. ഏയ് ബനാനെ ഒരു പൂ തരാമോ എന്നുള്ള പാട്ട്, അതെന്ത് ചോദ്യമാണ് ചോദിക്കാൻ പാടുള്ളൂ. ബനാന എങ്ങനെ പൂ തരുമല്ലേ? അത് മറ്റു പാട്ടുകൾ. വിനായക എടുത്തൊരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ആ രീതിയിൽ തന്നെ നിന്ന പാട്ടിനൊരു പുരോഗതി ഇല്ലല്ലോ, ചേഞ്ച് വരുന്നില്ലല്ലോ. ആ ഡിപ്പാർട്ട്മെന്റിൽ ക്യാമറ അപ്ഡേറ്റഡ് ആവുന്നു, ആക്ടിങ് പാറ്റേണിലും വ്യത്യാസങ്ങൾ വരുന്നു, എല്ലാത്തിലും അപ്ഗ്രഡേഷൻസ് വരുന്നു. അപ്പം സുഹൈലും മോസിനും ഒക്കെ എഴുതുന്ന വരികളിൽ എനിക്ക് അടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് സൂക്ഷ്മദർശിനിയിലെ പ്രൊമോ സോങ്, ദുരൂഹ മന്ദഹാസമേ. മിസ്റ്റീരിയസ് സ്മൈൽ അല്ലേ, ദുരൂഹ മന്ദഹാസമേ. ഭയങ്കര നല്ല ലൈനായിരുന്നു. മോസി എഴുതിയത്. ഗായകനായിട്ട് പാടുന്നുണ്ടോ? ഭരതനാട്യത്തിൽ പോയി പാടിയിട്ടുണ്ടല്ലോ. പ്രൊമോ സോങ് പാടി. അതെ, അടിപൊളിയല്ലേ. സൈജുവേട്ടൻ വിളിച്ച് പറഞ്ഞിട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം വിളിച്ച് പാടിച്ചു. വെരി സ്വീറ്റ് ഗൈ. അപ്പൊ അദ്ദേഹം പറഞ്ഞ് പാടിച്ചാണ്. ഞാൻ അതിലൊരു സേഫ്റ്റി എടുത്തു, അറിയാവുന്ന ഒരാളെ കൂടെ പാടിച്ചിട്ടുണ്ട്. പാട്ട് അറിയാവുന്ന ഒരാൾ, ശബരീഷ് വർമ്മ. അപ്പൊ ശബരീഷ് എന്ന് പറയുന്നത് നമ്മളെ ഫേവറേറ്റ് ലിറിസിസ്റ്റും സിംഗറുമാണ്. ഇപ്പൊ മലരെ ശബരീഷിന്റെ വെർഷനാ ഞാൻ കേട്ട് ശീലിച്ചത്. വടക്കൻ സെൽഫി ചെയ്യുമ്പോൾ നിവിൻ കാരവനിലെ സ്പീക്കറിൽ പ്ലേ ചെയ്യുന്നത് ട്രാക്ക് ശബരീഷ് പാടിയതാണ്. അത് സിനിമ ഇറങ്ങുന്നതിൻ്റെ ഒരു 6 മാസമോ 8 മാസമോ മുന്നേ തൊട്ട് ഞങ്ങൾ കേൾക്കുന്നത് ശബരീഷിന്റെ വേർഷനാണ്. സോ മലരെ വിജയേട്ടന്റെ വേർഷൻ ഒട്ടും കുറവില്ല, എന്നാലും ആദ്യം കേൾക്കുന്ന ഒരു ഇംപ്രഷൻ എനിക്ക് ശബരീഷിന്റെ. സോ ഞാൻ അയാളുടെ വലിയൊരു ഫാനാണ്. അങ്ങനെ അയാളുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു പോയതാണ്. ജഗതി ചേട്ടൻ പിസ്ത സോങ് ശബരീഷ് എഴുതിയാണ് നമ്മളൊക്കെ ഒരു തലമുറ ഫുൾ അറിഞ്ഞത് അങ്ങനല്ലേ. ആ സീൻ കണ്ടിട്ടില്ലാത്ത എത്രയോ പേരുണ്ട്. പോപ്പ് കൾച്ചറിന്റെ ഒരു ഭാഗം തന്നെ അതല്ലേ. അന്നത്തെ ഒരു കാര്യം ഇന്ന് ഓർക്കുന്നത് ഇന്നത്തെ ഒരാളുടെ കോൺട്രിബ്യൂഷനിലൂടെ ആവുക എന്ന് പറയുന്നത് അത് അടിപൊളി ബ്ലെൻഡിങ് ആണ്. ഈ മാറ്റം വരുന്ന സമയത്ത് വൈറ്റ് ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുക, അത്തരത്തിൽ കൂടെ അങ്ങനെ അതിനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് തോന്നിയത്? അത് കംഫർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മടിയുടെ ഭാഗമാണ്. അത് പ്രസന്റബിൾ ആകുക എന്നുള്ളത് ഞാൻ വിശ്വസിച്ചത് വൃത്തിയിലാണ്. ഞാൻ പറഞ്ഞില്ല അലക്കി തേച്ചത്, അല്ലാതെ ഗ്ലാം ഓഫ് ദി അറ്റയറിലല്ല, ഈ ബ്രാൻഡിലല്ല. ഞാൻ കംഫർട്ടബിൾ അതില്ല. ബ്രാൻഡിനോടൊന്നും താല്പര്യമില്ല എനിക്ക്. അങ്ങനെ ഇല്ല, പണ്ട് തൊട്ടേ ഇല്ല. അപ്പൊ വണ്ടിയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ടാക്സി ആരെങ്കിലും ഒക്കെ ഓടിച്ചോട്ടെ, എനിക്ക് എത്തുക. അതിന്റെ ഗുണം ഞാൻ കാണുന്നത് വണ്ടി ഇല്ലാന്നല്ല, വണ്ടിയുണ്ട് വീട്ടിലെ ആവശ്യത്തിന്. എൻ്റെ കൂടുതലും അങ്ങനെ ഞാൻ റെന്റഡ് ആണ്. നമുക്ക് ഏത് കാറും ചൂസ് ചെയ്യാം അല്ലേ. ഇന്നെനിക്ക് ഇന്നോവയിൽ പോയാൽ മതി എന്ന് തോന്നി മതി. നാളെ എനിക്ക് കുറച്ചും കൂടി പ്രീമിയം കാറ് ഒരു ദിവസത്തേക്ക് ഓടിക്കുന്നത് നമുക്ക് വാങ്ങിച്ച് ഓടിച്ചിട്ട് കൊതി തീർക്കാൻ വിടുക. ചിലപ്പോൾ അത് മടുത്തു പോയാലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ. ചിലത് ഓൺ ചെയ്യുമ്പം ആ ത്രില്ല് പോവും. പക്ഷേ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന സർക്കിളിൽ നിൽക്കുന്നവരൊക്കെ പലതരത്തിലുള്ള കൂട്ടുകാരാണ്. ഇപ്പോൾ ധ്യാനെ പോലുള്ളൊരു കൂട്ടുകാരൻ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാർ ഒരുപാട് പേര് ആ സർക്കിളിൽ തന്നെയുണ്ട്. ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക? ഇപ്പോൾ തിരിച്ച് അജു പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ട്രോളുക? ധ്യാനൊക്കെ അപ്പം തന്നെ, പക്ഷേ വിളിച്ചൊന്നും പറയാറില്ല. ഇന്റർവ്യൂവിലുള്ള ധ്യാനല്ല ജീവിതത്തിലുള്ള ധ്യാൻ. ഇന്റർവ്യൂവിൽ അയാൾ കുറച്ചും കൂടി എന്റർടൈനർ ആവുന്നതാണ്. അതെ അതെ, പ്രേക്ഷകർക്ക് ഇഷ്ടമായതുകൊണ്ട് പുള്ളി കുറച്ചൊന്ന് മണ്ടം കളിച്ചു കൊടുക്കുന്നതാണ്. അയാൾ വളരെ ബുദ്ധിയുള്ളൊരു വെരി പ്രാക്ടിക്കൽ വ്യക്തിയാണ്.
അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഉം. ഇൻ്റർവ്യൂവിൽ പറഞ്ഞ. അല്ലാതെ ഞാൻ പറയുന്നത് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നൊരു വളരെ സാധാരണക്കാരനാണ്. ഇപ്പം ഇതേപോലെ തന്നെ ഒരു കാര്യം അവനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, അയാളും ഭയങ്കര വണ്ടി ഇഷ്ടമാണ് ഉം. എന്നല്ലാതെ അയാളല്ലാതെ മറ്റിലൊന്നും കോൺഷ്യസ് അല്ല. അയാളുടെ കംഫർട്ടായ പുള്ളി നോക്കാറുള്ളൂ. മുണ്ടൊക്കെ കൊടുത്തോണ്ട് മുണ്ട് നല്ല ഞാൻ പറയുന്നത്, അയാൾക്ക് മുണ്ട് കംഫർട്ടബിൾ ആയതുകൊണ്ട്. അയാൾക്ക് മുണ്ട് കംഫർട്ടബിൾ ആകാൻ കാര്യം എന്ന് വെച്ചാൽ അയാൾക്ക് പാൻറ് അല്ലെങ്കിൽ എല്ലാ ആഴ്ച മാറ്റേണ്ടി വരും. ധ്യാൻ ഇത് ശ്രദ്ധിക്കുമല്ലോ. അത് അതുകൊണ്ടാണ് പുള്ളി മുണ്ട് കുഞ്ഞിരാമായണം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒരു കറുത്ത മുണ്ട് എന്നെ നിർത്തോണ്ട് പോയത്. ആ. ഞാൻ കറുത്ത മുണ്ട് എടുത്തു. കാര്യം അത് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസം തോറുമ്പോൾ അതനുസരിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ആയി മാറുമല്ലോ മുണ്ട്. ഉണ്ട്. പാൻറ് അങ്ങനെ അഡ്ജസ്റ്റ് ആയി കിട്ടില്ലല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ പറയുന്ന സമയത്തോ ഇല്ലെങ്കിൽ കൂട്ടുകാരെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു ഫ്രിക്ഷൻ വരില്ലേ? നമ്മൾ ഒരേ അങ്ങനെയല്ല. ഇല്ല ഈ ഒന്ന് അതിന് പെർമിഷൻ നമ്മൾ മനസ്സുകൊണ്ട് കൊടുത്തവരവരൊക്കെ അതുണ്ടല്ലോ. മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ എന്ത് വേണോ പറയാം, ആ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രദർലി ഫ്രണ്ട്ലി അഫെക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഉണ്ട് എനിക്ക്. അപ്പം അങ്ങനെയുള്ള കുറക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എഗെയിൻ, അല്ലാതെ എൻ്റെ ജോലിക്കാര്യം പ്രേക്ഷകർക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. ഒരിക്കലും ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം മറ്റുള്ളവർ പോലെ പറഞ്ഞ് കേൾക്കില്ലല്ലോ, ഒരിക്കലും കേൾക്കില്ല. എന്നോട് കൺസേൺ എനിക്ക് ഫീൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു ഏരിയ ഉള്ള എൻ്റെ പേഴ്സണൽ സൈഡ്. എൻ്റെ സിനിമ അവർ ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ട്, അവരുടെ ഹാർഡ് ഏൺ മണി അവർ എൻ്റെ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന മര്യാദയാണ് ആ വാല്യൂ കൊടുക്കൽ അവരുടെ വാക്കുകൾക്ക്. എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഒരിക്കലും ഞാൻ ആരുടെയും കേൾക്കാറില്ല, അത് ബോധേഡ് ആവാറില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. ഇത് പെർമിഷൻ കൊടുത്തവരാ, അല്ലെങ്കിൽ ഞാൻ സത്യവും പറയുന്ന ആളല്ല. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കള്ള പറയുള്ളൂ. കാര്യം അയാൾ എൻ്റെ സത്യം അറിയാൻ അർഹിക്കുന്നില്ല എന്നുള്ളത് അർഹിക്കണം ആദ്യം, അത് ഡിസർവ് ചെയ്യണമല്ലോ, എന്നാലും ഞാൻ സത്യം പറയുള്ളൂ. മറ്റേ എല്ലാവരോടും സത്യം പറയണം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനത് പിള്ളേരോടും നാച്ചുറലി അത് പറഞ്ഞു കൊടുക്കേണ്ട പ്രായമായിട്ടില്ല, വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ വിശ്വസിക്കാത്ത എല്ലാവരോടും പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എൻ്റെ പോക്കറ്റിൽ എത്ര കാശുണ്ട് ഒരാളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സത്യം പറയാവുള്ളൂ. എന്തിനാണ്? ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ 100 രൂപ ഉണ്ടെന്ന് പറയണം. ചിലപ്പോൾ 1,00,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ പറയണം ഒന്നുമില്ല എന്ന് പറയണം. അത് നമ്മുടെ സന്തോഷമല്ലേ. പിന്നെ ഞാൻ അതേപോലെ എനിക്ക് കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ, വളരെ എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റാറില്ല. ഞാനിപ്പോൾ ഒരാളെ പറ്റിക്കാൻ തീരുമാനിച്ചു പോയി ഏറ്റവും നന്നായിട്ട് പെരുമാറിയ അതായിട്ട് അവനെ ചതിച്ച അത് എന്തൊരു വൈരുദ്ധ്യമാണ്, ഭയങ്കര വൈരുദ്ധ്യം. അതെ. വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളൊരു പ്രാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന് സംസാരിക്കുന്നത് നമ്മളിങ്ങനെ അയാൾ സംസാരിക്കുന്ന മോഡുലേഷനൊപ്പം കേൾക്കാൻ ശ്രമിക്കും. അയാൾ പ്രത്യേക ഒരു മോഡുലേഷനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിനീത് എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് അജുവിനെ? വിനീതിലോട്ട് എത്തുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഒരു മാനേജറായി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് മഹേഷ് എന്നൊരു വ്യക്തി, മഹേഷ് ബാലകൃഷ്ണൻ, അദ്ദേഹം സദർലാൻഡിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ മാനേജറായിരുന്നു HR-ൽ. എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ സ്കൂൾ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മളുടെ ഗുരുക്കന്മാർ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് നേരെ സ്കൂളിലോട്ട് വരും. സ്കൂളിലെ എനിക്ക് കിട്ടി, നാച്ചുറലി എല്ലാവർക്കും കിട്ടും, ചിലർക്ക് കിട്ടിയിട്ടില്ല റൈറ്റ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. അത് ഞാനിപ്പം പലരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴാണ് നമുക്ക് എൻ്റെ വില മനസ്സിലായത്. എനിക്ക് അത് ജോലിക്ക് പോയപ്പോഴും മഹേഷ് ബാലകൃഷ്ണനെ കിട്ടുകയും വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു കോർപ്പറേറ്റ് ജോലിക്കാരനാക്കാൻ എനേബിൾ ചെയ്തത് മഹേഷാണ്. അപ്പോൾ മഹേഷിൻ്റെ ഒരു പ്രൊഫഷണലിസം എന്നിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത് കൊണ്ട് തന്നെ പിന്നെ സിനിമയിൽ വന്നപ്പോൾ വിനീത് എന്ന് പറഞ്ഞ മെൻറ്ററിനെ കിട്ടിയത് എഗെയിൻ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പുള്ളിയുടെ രീതിക്ക് ഈ ശീലിച്ച പ്രൊഫഷണൽ കാര്യങ്ങൾ സിനിമയിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ എന്നെ സഹായിച്ച വിനീത്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ്. സിനിമയായിരുന്നല്ലോ നമ്മുടെ എപ്പോഴത്തെയും കൊതി. അപ്പോൾ അയാൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരാളാണ് എൻ്റെ ലൈഫിൽ. ഒറ്റ വരിക്ക് പറഞ്ഞാൽ നമ്മളെ ടാക്സ് അടയ്ക്കാൻ കാരണക്കാരനായ വ്യക്തി. അത് ചെറിയ കാര്യമല്ലല്ലോ. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരു ഫാമിലി, ഒരു കുട്ടികൾ ഒക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ കാരണമായ അയാളാണ്. വേറെ വ്യക്തികൾ നമുക്ക് സിനിമ വരാൻ കാരണമായത് പുള്ളി കാരണമാണ്. പിന്നെ പുള്ളി പണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ സിനിമ ചെയ്ത് എന്നോട് പറഞ്ഞിരുന്ന എല്ലായിടത്തും പോയി സിനിമ ചെയ്യണമെന്ന്. അതാണ് ഒരു ആൾ പറയേണ്ടത്. അയാൾ തന്നെ എക്യുപ്ഡ് ആവണമല്ലോ. എപ്പോഴും ഇങ്ങനെ കൊണ്ട് നടക്കാതെ എന്നെ എങ്ങനെ കൊണ്ട് നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ലാത്തത് വിനീതാണ്.